ഇന്ന് ഞങ്ങളിവിടെ ആദ്യം പാടുവാൻ ആഗ്രഹിക്കുന്ന ഗാനം സ്തോത്രം സ്തുതി ഞാൻ അർപ്പിക്കുന്നു എന്നുള്ള ഗാനമാണ്. കർത്താവിലേറെ പ്രസിദ്ധനായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ് ചാണ്ടപ്പിള്ള ഫിലിപ്പിന്റെ സഹധർമ്മിണി ഓമന ചാണ്ടപ്പിള്ള എഴുതിയ ഒരു ഗാനമാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഹൈറേഞ്ചിലുള്ള ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള കരിന്തരുവി എന്ന സ്ഥലത്ത് അവരുടെ പ്രവർത്തന മധ്യത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവുകയും ആ സമയത്ത് മനോവേദനയിൽ രാത്രികാലങ്ങളിൽ പ്രാർത്ഥനയാലും വചനധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രിയ സഹോദരിക്ക് നൽകിയ ഒരു ഗാനമാണിത്. വളരെ ആശ്വാസം നൽകുകയും ദൈവജനത്തിന് വളരെയധികം ഉന്മേഷം നൽകുകയും ചെയ്യുന്ന ഒരു ഗാനമാണ്. കർത്താവ് ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങൾ ഓർത്ത് സ്തുതിക്കുവാനും കർത്താവ് നമ്മളെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തെ അധികം ബോധ്യപ്പെടുത്തുവാനും ഈ ഗാനം കൊണ്ട് ഇടയാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ 2025 അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ചാലും അവിടേക്കും ദൈവത്തിന്റെ കരുതൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തിൽ സ്തോത്രവും സ്തുതിയും മാത്രം ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിക്കാം. 2026 നാം കയറുമ്പോഴും മുമ്പേ പാടിയതുപോലെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ, എന്നാൽ അതിനപ്പുറമോ ദൈവത്തിനെ മുഖാമുഖം നാം കണ്ട് ഒരു ദിവസം ആരാധിക്കും, മുഖാമുഖം കണ്ട് നാം ദൈവത്തെ സന്തോഷിക്കും എന്നുള്ള ആ അർത്ഥം വരുന്ന ഈ ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. അറിയുന്നവർ ചേർന്ന് നമുക്ക് ഈ പാട്ട് പാടാം. ഉന്നതനാമം
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. BMCC ഞങ്ങൾക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിൻ്റെ അവസരം തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു. BMCCയുടെ ശുശ്രൂഷകളോട് നന്ദി പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും ആകുലങ്ങളുണ്ട്. ആകുലവും പ്രയാസവുമില്ലാത്ത ആരും തന്നെയില്ല. എന്നാൽ നമ്മുടെ ആകുലങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ ഇട്ടുകൊള്ളുവാൻ നമുക്ക് അത്താണിയായിട്ട് നമ്മുടെ കർത്താവുണ്ട്. 1999 നാം ഒക്കെ ഇന്ത്യയിലെ ക്രൈസ്തവ ജനങ്ങളെല്ലാം ഒട്ടടങ്കം ദുഃഖിച്ച ഒരു സംഭവമായിരുന്നു. ഒരു ആസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻസ് കുടുംബവും അവർ ഇന്ത്യയിലെ കുഷ്ഠരോഗികളെ ചികിത്സിക്കുവാനായിട്ട് ഇന്ത്യയിൽ കടന്നു. മാത്രമല്ല ദൈവസ്നേഹം അവരിലേക്ക് എത്തിക്കുവാനാവാതെ കടന്നു. എന്നാൽ നമുക്കറിയാം അന്നത്തെ സംഭവം നമുക്കറിയാം. ആ പ്രിയപ്പെട്ടവനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ആ മതകിരാതന്മാർ ചുട്ടരിച്ചു കൊണ്ടു. ആ സംഭവത്തിന് ശേഷം ആ പ്രിയപ്പെട്ടവളുമായി കർത്താവിന്റെ ദാസനായ ജോർജ് ഗോർച്ചിയും റോണ കൊട്ടൂരും ചേർന്ന് ഒരു അഭിമുഖം ചെയ്യാനിടയായി. ആ പ്രിയപ്പെട്ടവർ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഞാൻ എന്തിന് ആകുലപ്പെടുന്നു? ബിക്കോസ് ഹി ലിവ്സ് ഐ കൻ ഫേസ് ടുമോറോ. ഞാൻ എന്തിന് ഭാരപ്പെടുന്നു? നാളെ കുറിച്ച് എനിക്ക് ആകുലം വരെ. എന്താണെന്ന് അറിയാവോ? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാം, നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് ജീവിക്കുന്നു. അവൻ ജീവിക്കുന്ന ഒരു കർത്താവാണ്. നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉയരങ്ങളിൽ ഇനി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വീണ്ടും വരും, നമ്മെ ചേർക്കണം. അന്ന് ആ പ്രിയ ദേവദാസി പറഞ്ഞ ആ ഇംഗ്ലീഷ് പാട്ടിന്റെ മലയാള ആവിഷ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാൻ. ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഈ പാട്ട് പാടാം. ദൈവത്തിൻ പുത്രനാം യേശു.
Be